LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരാൻ LDF യോഗത്തിൽ ധാരണയായി. അതേസമയം 7 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് ജനതാദള സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. മുന്നണിക്ക് പുറത്തു നിൽക്കുന്നവർക്ക് സീറ്റുകൾ കൊടുക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ 8 സീറ്റുകൾ അധികം ആവശ്യമാണെന്നാണ് LDF കൺവീനർ വൈക്കം വിശ്വൻ യോഗത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അധികം സീറ്റുകൾ വേണമെന്ന കക്ഷികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല പല കക്ഷികളും ചില സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും കൺവീനർ പറഞ്ഞു. എന്നാൽ ഇതിനോട് അനുകൂലമായിട്ടല്ല ഘടകകക്ഷികൾ പ്രതികരിച്ചത്. ഇതോടെ ഉഭയകക്ഷി ചർച്ചകൾ തുടരാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ധാരണ. ഇതിനിടയിൽ തന്നെ പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകും. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ടതും മാറ്റേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് കക്ഷികളുടെ അഭിപ്രായങ്ങൾ നാളെ അറിയിക്കണം. അതേസമയം കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടെന്ന് JDS സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. നേരത്തെ 5 സീറ്റുകൾ മത്സരിച്ച JDS ഇത്തവണ 2 സീറ്റുകളാണ് അധികം ആവശ്യപ്പെടുന്നത്. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.